ഈ ആഴ്ചയിലാണെങ്കിൽ ഋഷിയും ജാസ്മിനുമാണ് ജയിലിൽ പോയത്. അപ്പം ജയിലിൽ അവർക്ക് കൊടുത്ത ജോലി എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ മെമ്പേഴ്സിൻ്റെയും പടം വരച്ചിട്ട് ഇവരാണെങ്കിൽ അവരുടെ മേലുള്ള അഭിപ്രായം അങ്ങനെ എഴുതുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ ഈ ലാലേട്ടൻ നിൽക്കുന്ന അവിടെ ഉണ്ടല്ലോ ആ സ്പേസ്, രണ്ടുപേരും ഒരു ഇത് കൊണ്ടുവച്ചു, ഒരു സ്റ്റാൻഡ് മാതിരി. ആ സ്റ്റാൻഡിൻ്റെ രണ്ട് വശത്തുമായിട്ട് ഈ രണ്ടുപേരും വരച്ച പടങ്ങൾ ആ ജയിലിൽ അവരെ ആക്കിയ സമയത്ത് അവർ പടം വരച്ച് പെയിൻ്റ്, അത് ജാസ്മിനാണെങ്കിൽ എല്ലാ വേറെ പടത്തിനും പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും നന്നായിട്ട് പടം വരയ്ക്കും. അതിൽ കളറൊക്കെ അടിച്ച് പിന്നെ അവരോട് ഇവർക്കുള്ള അഭിപ്രായം എങ്ങനെയാണെന്ന് എഴുതണം. അപ്പോൾ അതിൽ ഇവരുടെ മനസ്സിൽ വന്നിട്ട് ഈ മെമ്പേഴ്സിൽ ആരോടെങ്കിലും ഒക്കെ ഉള്ളൊരു ദേഷ്യമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രാവശ്യത്തെ മെമ്പേഴ്സിനൊക്കെ ആരോടും ഒരു മനസാക്ഷിയോ ഒരു സ്നേഹമോ ഒന്നും അത് ചില സമയത്ത് കാണുന്നതിൽ അങ്ങനെയല്ല. എന്നാൽ പൊതുവെ എല്ലാം വന്നിട്ട് സ്വന്തം കാര്യം, മത്സരം, ജയിക്കണം, മറ്റുള്ളവരെ എങ്ങനെയും ഇതാക്കിക്കൊണ്ട് വിജയിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. മനുഷ്യൻ്റെ ഈ കാലത്തിനനുസരിച്ച് മാറുന്ന മാറ്റങ്ങളാണോ എന്നൊന്നും അറിയത്തില്ല. അതോ ഈ ബിഗ് ബോസ് വീടിൻ്റെ പ്രത്യേകതയാണോ എന്ന് അറിയത്തില്ല. അല്ലെ ഈ പ്രാവശ്യം തിരഞ്ഞെടുത്ത മെമ്പേഴ്സിനെ എല്ലാം ഇങ്ങനെയുള്ളവരെയാണോ അവരെടുത്തെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ജയിക്കണം, എങ്ങനെയായാലും ജയിക്കണം, മറ്റുള്ളവനെ തറ പറ്റിച്ചാലും ജയിക്കണം, അങ്ങനെയൊക്കെയുള്ളത്, കപ്പ് നേടണം, പണം സമ്പാദിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ ഇതിലാണെങ്കിൽ ഇവർ രണ്ടുപേരും ഋഷിയും ജാസ്മിനും ഇവരൊക്കെ അഭിപ്രായങ്ങൾ എഴുതി ഓരോരുത്തരുടെയും അവരുടെ മനസ്സിനകത്ത് ഓരോരുത്തരെ കുറിച്ചുള്ള ഒരിത് ഈ അഭിപ്രായത്തിൽ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആ എപ്പിസോഡിൽ അത് കാണുന്നുണ്ടല്ലോ. അത് ലാലേട്ടൻ സ്റ്റേജിൽ നിൽക്കുമ്പം തന്നെ അത് അവിടെ ഓരോരോ ഇത് പടവും എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ മെമ്പേഴ്സുമായിട്ട് നമുക്ക് ആ ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിന് ശേഷം പിന്നാണെങ്കിൽ ഇവരോട് പറയുന്നുണ്ട്, ഇവർ എവിക്ഷൻ ഉള്ളവരൊക്കെ എഴുന്നേക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു 6-7 പേരെങ്ങാണ്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നന്ദനയും ശരണ്യയും മാത്രം അവിടെ നിന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇരിക്കാൻ പറയുന്നു. ബാക്കിയുള്ളവരുടെ നാളെ നോക്കാമെന്ന് പറയുന്നുണ്ട്. അതായത് നാളെ എന്ന് പറയുന്നത് സൺഡേ എപ്പിസോഡിൽ ബാക്കിയുള്ളവരെ പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവർ രണ്ടും നിൽക്കുക. ഇന്നൊരാൾ എവിക്റ്റ് ആകും. അത് ശരണ്യ നന്ദനയ. ഇതിൽ ആരാണെന്നുള്ളത് ബിഗ് ബോസ് തീരുമാനിക്കുമെന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ. അങ്ങനെ പറഞ്ഞിട്ട് ചെറിയ ബ്രേക്ക് എന്നും പറഞ്ഞിട്ട് ലാലേട്ടൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ വന്നിട്ട് ഈ ഓഡിയൻസ് അവിടെ ഇരിക്കുകയാണ്. ഈ ബ്രേക്ക് ടൈമാണ്. ലാലേട്ടൻ പോയി ഈ ബിഗ് ബോസ് ഇവരിൽ ആരെയാ തിരഞ്ഞെടുക്കുന്നതെന്നൊക്കെ ഉള്ളത് വന്നിട്ട് നമ്മൾ കാണുന്നില്ല, അവിടെ ഇരിക്കുന്ന നമ്മൾ കാണുന്നില്ല. ഇത് ആ ബിഗ് ബോസ് വീട്ടിനകത്ത് നടക്കുന്നുണ്ട്. ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് ഈ ഓഡിയൻസ് അറിയുന്നില്ല, നമ്മൾക്ക് കാണാനും കഴിയുന്നില്ല. ഈ ബ്രേക്ക് സമയത്തൊക്കെ വന്നിട്ട് വെള്ളം വേണ്ടിയവർക്കൊക്കെ ഇവർ വന്നിട്ട് കൊണ്ടുവന്ന് തരുന്നുണ്ട്. ടീമിൻ്റെ ആൾക്കാർ കൊണ്ടുവന്ന് തരുന്നുണ്ട്. അതിന് പ്രത്യേക ആൾക്കാരുണ്ട് ഓരോന്നിനും. അങ്ങനെ ഓരോ ടീമൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ അതിൻ്റെ ആൾക്കാർ കൊണ്ടുവന്ന് വെള്ളം തരുന്നത്. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുടിച്ചിട്ട് ബോട്ടിൽ നോടൊന്നും വെക്കാൻ പറ്റത്തില്ല. നമ്മൾ കുടിച്ചുകൊണ്ട് തന്നെ ആ ബോട്ടിൽ തിരിച്ചു കൊടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം കൊള്ളുന്ന ചെറിയ ബോട്ടിലാണ് തരുന്നത്. അത് ഉടൻ തന്നെ കുടിച്ചിട്ട് ഉടൻ തന്നെ അവരത് മേടിച്ചുകൊണ്ട് പോകും. എവിടെയൊന്നും വെക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് ആ ബ്രേക്ക് അവിടുത്തെ ആ ടാസ്ക് കഴിഞ്ഞു. ബിഗ് ബോസ് അവരുമായിട്ട് ആരാ എവിക്റ്റ് ആകുന്നെന്നുള്ള പ്രക്രിയ കഴിഞ്ഞു. പക്ഷേ അത് എങ്ങനെയാണെന്ന് നമുക്കറിയുന്നില്ല. നമ്മൾ ഓഡിയൻസ് അവിടെ ഇരിക്കുന്നവരറിയുന്നില്ല. പിന്നെ അതിനുശേഷം ലാലേട്ടൻ വരുന്നു. അപ്പം ഈ വീടുമായിട്ട് ഉള്ള കണക്റ്റായി. ലാലേട്ടൻ പറയുന്നു ശരണ്യയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറയുന്നു. അങ്ങനെ ശരണ്യ നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതിൽ കൂടെ ശരണ്യ വന്ന് ലാലേട്ടൻ്റെ അടുത്ത് വന്ന് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ ഈ ശരണ്യ വന്ന സമയത്ത് തൊട്ടുള്ള ലാസ്റ്റ് വരെയുള്ള അത് വീഡിയോ കുറേ കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷം പിന്നെ ശരണ്യ പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ശരണ്യ എവിക്റ്റ് ആയതിൻ്റെ നമ്മൾക്ക് അവിടെ ഈ ഓഡിയൻസ് ഇരിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ശരണ്യ എവിക്റ്റ് ആയതിന് ശേഷം ഈ ബിഗ് ബോസ് നമ്മൾ സാധാരണ എപ്പിസോഡിൽ കാണുമല്ലോ യാത്ര പറയുന്നതും വിഷമങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കുന്നതും കെട്ടിപ്പിടുത്തവും ഒക്കെ ഉണ്ടല്ലോ. ഇത്രയും ദിവസം അവിടെ കഴിഞ്ഞല്ലേ. അവരെ ഒരുപാട് ഫ്രണ്ട്സ് ഒരുപാട് മാനസികമായിട്ട് ഇഷ്ടപ്പെട്ടവരും ഉണ്ടാവും, അല്ലാതുള്ളവരും ഉണ്ടാവും. പക്ഷേ ഇവരോടൊക്കെ യാത്ര പറയുന്നതും അതിൻ്റെ ഒരു ഇതും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. പിന്നെ ഈ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം ശരണ്യെ വിളിക്കുന്നു. അപ്പോൾ ശരണ്യ സ്റ്റേജിൽ വന്നിട്ട് ഈ പഴയ ആദ്യം തൊട്ടുള്ളതെല്ലാം സ്ക്രീനിൽ കാണിച്ചതിന് ശേഷം പോകുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ സ്റ്റെപ്പ് അതിലെ
ശരണ്യ ഇറങ്ങുന്നു. ശരണ്യ പിക്ക് ചെയ്യാൻ അവിടെ ഒരു ലേഡിയെ, ടീമിൻ്റെ ആൾക്കാരാണ്, ടീമിൻ്റെ ഇതാണെന്ന് തോന്നുന്നു, ഒരു ലേഡി അവിടെ നിൽപ്പുണ്ട്. അവർ ശരണ്യെ കൈക്ക് പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ ലാസ്റ്റിൽ ഈ സെഗ്മെൻറ്റ്സ് കഴിഞ്ഞ് 5ാമത്തെ സെഗ്മെൻറ്റ്സ് ആയിരുന്നു. അതോടെ ഈ എപ്പിസോഡിന് കഴിഞ്ഞു. അപ്പോൾ ലാലേട്ടനെ ബ്രേക്ക് പറഞ്ഞു പോയി. പിന്നെ ലഞ്ച് ബ്രേക്കാന്ന് പറയുന്നു. അപ്പോൾ സമയം എത്രയെന്ന് പറഞ്ഞാൽ 2:15, ഉച്ചയ്ക്ക് 2:15 സമയം. ആ സമയത്ത് ഈ ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10:45, 11 മണിക്കാണ് ഉള്ളിൽ പോയത്. ഏകദേശം 10:45, 11 മണിക്കാണ് ഈ എപ്പിസോഡിൻ്റെ ഇതിനുള്ളിൽ ബിഗ് ബോസ് സെറ്റിനകത്ത് പോയത്. അതിനുശേഷം ഇപ്പം ഒരു 2:15 ലഞ്ച് ബ്രേക്കാണ്. ഈ സമയത്ത് ശരണ്യ എവിക്റ്റായി ഇറങ്ങി പോകുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം 2:15 എല്ലാവരും ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ലഞ്ച് കഴിക്കാൻ ഈ വരുന്ന ഓഡിയൻസിന് വന്നിട്ട് ഈ ബിഗ് ബോസ് സെറ്റിൻ്റെ ആ കോമ്പൗണ്ടിൻ്റെ വെളിയിൽ വരണം. ഈ കോമ്പൗണ്ടിൻ്റെ വെളിയിലെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, തീ പിടിച്ച വെയിലും ഒക്കെ ഉള്ള ഭയങ്കര അത് ഉച്ചയ്ക്ക് ഈ സമയത്തെ ആ വെയിലും ഒക്കെ. അങ്ങനെ എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാൻ, ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ലഞ്ച് കഴിക്കാൻ പോയത്. എല്ലാവരും നല്ല വിശപ്പായല്ലോ, 2:15 ഇപ്പോൾ ഈ ഓഡിയൻസിൽ ഞാൻ പറഞ്ഞ കുട്ടികളുമായിട്ട് പേരൻസ് ആരെങ്കിലും ഒരാൾ മാറിയിരിക്കുക ചെയ്യുന്നത്. ഈ ഓഡിയൻസിൻ്റെ ആ സീറ്റിൽ കൊച്ചു കുട്ടികളെ ഈ സമയത്ത് ഇല്ല. പിന്നെ വന്ന് പ്രായമുള്ളവരെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതിൽ ഒരാളെങ്ങാണ്ടേ ഉള്ളായിരുന്നു പ്രായമുള്ളൂ. ബാക്കിയെല്ലാം വലിയ കുഴപ്പമില്ലാത്ത പ്രായവും പിന്നെ യങ്ങായിട്ടുള്ള കുരുവൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് എല്ലാവരും നല്ല വിശപ്പാണ്, എല്ലാവരും പോയി ലഞ്ച് കഴിക്കുന്നു ധൃതി പിടിച്ച്. പിന്നെ അങ്ങനെ എല്ലാവരും ലഞ്ച് കഴിക്കുന്നത് നിങ്ങളെ ഒന്ന് ഞാൻ കാണിക്കാം. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു, വിശപ്പൊക്കെ അടങ്ങി എല്ലാവരെയും. പിന്നെ ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും നിറച്ച് കഴിച്ചു. അതിനുശേഷം പിന്നെ ഈ വെള്ളം ആ ഉച്ച സമയത്തപ്പോൾ ഒന്ന് ഇച്ചിരി തണുത്ത വെള്ളം കുടിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ത്രീയുടെ ഒരു കടയുണ്ട് എന്ന് പറഞ്ഞില്ലേ അവിടെ. അപ്പം അവിടെ പോയി എന്നാൽ തണുത്ത വെള്ളം മേടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. പിന്നെ തണുത്ത വെള്ളം, ഞാൻ എൻ്റെ കൂടെ വന്നവർക്ക് ഒരു ബോട്ടിൽ, ഞങ്ങൾക്ക് ഒരു ബോട്ടിൽ, അങ്ങനെ 2 ബോട്ടിൽ തണുത്ത വെള്ളം മേടിച്ച് അതൊന്ന് ഇച്ചിരി കുടിച്ചപ്പോൾ അത് സത്യത്തിൽ അത് ശരിയല്ല. അത്ര ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് തണുത്ത വെള്ളം, പക്ഷേ എന്തോ വേറെ വഴിയേ ഇല്ല നിൽക്കാൻ. അത്ര ഞാൻ പറഞ്ഞല്ലോ അവിടെ അത്ര മരങ്ങൾ 1-2 മരങ്ങളുണ്ട്, അതെല്ലാം ബുക്കിംഗ് ആയി. നിറയെ വണ്ടികളും ആൾക്കാരും എല്ലാം അവിടെ എല്ലാം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എവിടെ ഒന്ന് ഒഴിഞ്ഞൊന്നും നിൽക്കാനും എടുക്കാനും ഒന്നും പറ്റുന്ന ഒരു ഇതില്ല. തീ പിടിച്ച വെയിൽ. അപ്പം ഇനി എപ്പോഴും അടുത്ത ഉച്ച കഴിഞ്ഞ് 2ാമത്തെ ഈ എപ്പിസോഡിൻ്റെ ഇത് തുടങ്ങുന്നതെന്ന് അറിയത്തില്ലല്ലോ, അങ്ങനത്തെ ഒരു സമയം അറിയത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും ഈ ഊണൊക്കെ കഴിഞ്ഞവർ ഈ ഗേറ്റിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ തുടങ്ങി. ഗേറ്റിൻ്റെ മുമ്പിലെന്ന് പറഞ്ഞാൽ തണലെന്ന് പറഞ്ഞാൽ ഇവർ 2-3 വണ്ടികൾ കിടക്കുന്നു. ജനറേറ്ററിൻ്റെ വലിയ ഇത് വെച്ചേക്കുന്നുണ്ടല്ലോ, അതിൻ്റെ തണലൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങൾ ആ ഒരു തണലിലൊക്കെ എല്ലാവരും ഒക്കെ സഹിച്ച് കുറച്ച് പേരൊക്കെ അവിടെയൊക്കെ നിന്നു. പിന്നെ കുറച്ച് പേരൊക്കെ പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ 2ാമത്തെ എപ്പിസോഡ് ഈ ഉച്ച കഴിഞ്ഞുള്ളതിന് ചിലർ നിന്നില്ല. അപ്പം അങ്ങനെ അവിടെ അങ്ങനെ വെയിലത്ത് നിൽക്കുന്ന ആ ഊണ് കഴിച്ചിട്ട് വന്ന് നിൽക്കുന്ന സമയം എനിക്ക് ഏകദേശം ഒരു 3 മണി ആയെന്നാ തോന്നുന്ന സമയം. ആ സമയത്ത് ഒരു ഇന്നോവ, ഒരു ടാക്സി ഈ ഗേറ്റ് തുറന്ന് വെളിയിലോട്ട് വരുന്നു. അപ്പോൾ അത് നോക്കുമ്പം അതിൽ ഡ്രൈവറും ശരണ്യെ കൈ പിടിച്ചു കൊണ്ടുപോയ ഒരു ലേഡി, അവരും ബാക്കിൽ, ഇന്നോവയുടെ ബാക്കിൽ ശരണ്യ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ ഇന്നോവയിൽ ശരണ്യ പോകുന്നത് കണ്ടു. തൊട്ടടുത്തൂടെ പോയത് ബാക്കിൽ, ആ ഇന്നോവയുടെ ബാക്കിലിരിക്കുന്നു. അതിൻ്റെ മുമ്പിൽ ആ ലേഡി ഇരിക്കുന്നു, ഈ ഡ്രൈവറും. ഇങ്ങനെ 3 പേരെ അവർ ആ വണ്ടിയിലുണ്ടായിരുന്നുള്ളൂ. 2:15 വിട്ടിട്ട് ഞങ്ങൾ പോയി ലഞ്ച് കഴിച്ചിട്ട് തിരിച്ചു വന്ന് നിന്ന സമയമാണ്. അപ്പോൾ ഏകദേശം 3-3:15 ശരണ്യ പോയതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ആ
സമയത്ത് പക്ഷേ ഈ ബാഗും ഈ ഫോണുകളൊന്നും നമ്മുടെ കയ്യിലില്ല. അതൊക്കെ വെച്ചിട്ട് നമ്മൾ അകത്ത് കയറണമല്ലോ, അതിന് ഈ ഗേറ്റിൻ്റെ അവിടെ നല്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കാണിക്കാം. അത് കാരണം അത് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ശരണ്യ പോകുന്നതും കണ്ടു. 3-4 മീറ്ററിനടുത്ത് വെച്ചാണ് ശരണ്യയൊക്കെ കണ്ടത്, ലാലേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പോകുന്നതൊക്കെ. അങ്ങനെ അതൊക്കെ കാണാൻ കഴിഞ്ഞു.